എന്ത് 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 ആരാണ്? എന്താണ് പ്രശ്നം? ഗ്യാങ് ഹൗസിന്റെ ഫയൽ ഉണ്ടോ? ടിവിയുടെ ഗ്യാങ് ഹൗസ് ഫയൽ ഉണ്ടോ കയ്യില്? ഏത് പഴയ മറ്റേ ഞാനന്ന് ചെയ്തു കൊടുത്ത ഫയലാണ്? അത് എൻ്റെ ഉണ്ടെന്ന്, എൻ്റെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയത്തില്ല, എൻ്റെ ക്ലൗഡ് ഡേറ്റ ഒക്കെ ഫുള്ള് പോയി അരിച്ചു വെറുക്കണം. എൻ്റെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടായിരിക്കും. അയ്യോ, അതറിഞ്ഞില്ലേ ഗൈസ്? അതൊരു കാര്യം പറയാനുണ്ട്. അതൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചെയ്തു കൊടുത്ത ഫയൽ ആകെ ഒരു സെർവറിൽ മാത്രമല്ല. ആ സെർവറിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സെർവറിൽ മാത്രമേ ആ ഫയൽ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ പുറത്തു പോയി എന്നറിയത്തില്ല. അതിപ്പോ ഏതൊരു തമിഴന്മാരുടെ സെർവറിൽ ആ ഫയൽ ഇപ്പൊ കിടപ്പുണ്ട്. ഞാൻ ചെയ്ത അതേ ഫയൽ അതേപടി പെയ്ഡായിട്ട്, ഓർത്തോണം, പെയ്ഡായിട്ട് ആ ഫയൽ കിടപ്പുണ്ട്. ലോഗോ മാത്രം മാറ്റി, കുറച്ച് ടെക്സ്റ്റേഴ്സ്, അതായത് ജോക്കർ ബ്രോയുടെ ഫേസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ടെക്സ്റ്റേഴ്സ് എല്ലാം അമ്മമാര് മാറ്റി, അതെല്ലാം മാറ്റി കുട്ടപ്പനാക്കി അവന്മാര് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അക്യൂസീവ് അല്ല കേട്ടോ, ലീക്ക് ആയെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ റോക്സിന്റെ മാത്രമാണ് ആ ഫയൽ ഉണ്ടായിരുന്നത്. അത് കുഴപ്പമില്ല, പോണത് പോട്ടെ. അങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിക്കട്ടെ. അത് ചെയ്ത ആരാണെങ്കിലും, പൈസക്ക് വിറ്റത് ആരാണെങ്കിലും കുറച്ച് കഞ്ഞി കുടിച്ച് ജീവിക്കട്ടെ. ആ പൈസയെങ്കിലും വെച്ച് അവൻ്റെ അരി ഒന്ന് വേവിക്കട്ടെ. ചെയ്ത ആളാണ് പറയുന്നത്. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ കഴിച്ചത്. ഒരുപാട് പേര് എന്നെ കണ്ണ് വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം ക്യാമറ ഓഫ് ചെയ്തിട്ടല്ലോ ആലോചിക്കും അല്ലേ. കിങ് പിൻ ബ്രോ ഓഫ് ചെയ്തിരണോ? എല്ലാവരും കൂടെ കണ്ണ് വെക്കുന്നുണ്ടോന്ന് എനിക്ക് ചെറിയ സംശയം ഇല്ലാതില്ല. അജു വർഗീസ് ആണ് ഇരിക്കുന്നത്. ക്രിസ്പർ ഞാൻ കണ്ടായിരുന്നു മെസ്സേജ്. പിന്നെ എനിക്ക് പിന്നെ കുഴപ്പമില്ല. ഇതാരത്? ഓടാ DP മാറ്റല്ലേ ഇനി? എന്ത് 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 ആരാണ്? എന്താണ് പ്രശ്നം? ഇത് കേട്ടതാ. എന്നെ സൗന്ദര്യത്തെ പൊക്കി പറഞ്ഞതൊക്കെ മതി. വാ, ഇനി നമുക്ക് ഡിസ്കോ ട്രോൾസ് ആണ്. നിങ്ങളിങ്ങനെ ക്യാമറ മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ ഇടയ്ക്ക് ഞാൻ ഈ റിയാക്ട് ചെയ്യുന്ന സാധനങ്ങൾ കൂടെ നോക്കുക ഗായ്സ്. ഞാനിത് ആർക്കു വേണ്ടിയാ കാണിക്കുന്നത്? നിങ്ങൾ എന്നെ മാത്രം നോക്കിയിരിക്കാനാണെങ്കിൽ ചമ്മയാ. അയ്യോ, ഏ സൈറ്റില് കിടക്കുന്നത് അതെന്താ അതേത് സ്വാഗത സൗണ്ട്? വിഷയമാണല്ലോ. അത് സീനടാ പൊട്ടിച്ചു കൊടുക്കുന്നേ. അത് ഏത് ഭാഷ? Hepsini öldürüyoruz. ബ്രോ, അത് വിഷയം. ഇവിടെ അത് എന്തൊരു സീനടാ, അത് രോമാഞ്ച സീന്. ആ സീൻ കണ്ടോക്കേ. എന്റെ അമ്മോ, എടാ അത് വിഷയ സീനടാ. അത് ക്യാം ഏതാന്ന് പറയോ ബ്രോ? എന്റെ ഇരിക്കുന്നത് നേരത്തെ ഇരിക്കുന്ന സെയിം ക്യാം തന്നെ. 2000 അത് കൊള്ളാല്ലേ. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയല്ലേ ദേവി. ഇത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹെയർ കട്ട് പേര് മാക്കട്ട് MAK കട്ട്. മുഹമ്മദ് അജ്മൽ ഖാൻ കട്ട്. മാക്കട്ട് സ്റ്റൈൽ, മാക്സ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഉമ്മ എന്നെ മീൻ വാങ്ങിക്കാനായിട്ട് പറഞ്ഞുകൂടായിരുന്നു. അവിടെ അരപ്പുണ്ടാക്കി വെച്ചേക്കാണ് മീൻ കറിക്ക്.
അപ്പോഴത്തേക്ക് വന്ന് കയറിയപ്പോ തേങ്ങ തേങ്ങ കൊണ്ട് കൊടു, നാളെ കറിക്ക് അരക്കട്ട്. അവിടെ വല്ല ചക്ക വല്ലാണ് കിടന്നിരുന്നെങ്കിൽ എന്റെ മയ്യപ്പ കൊണ്ടുപോകാൻ എന്തോന്ന് എറിയടാ എറിഞ്ഞത്. ഇനിയിപ്പൊ നടന്ന് ഞാൻ വീട്ടിൽ പോണ്. ശരിയപ്പോ ചുമ്മാ ഓക്കെ ബൈ. എന്തോന്ന് ആകാശം ആകാശം എന്തൊരു ചെറുക്ക. എന്തോന്ന് അഭിനയം. ഇനി നിനക്കെന്നെ പറ്റിക്കാൻ പറ്റില്ലടാ. നീ എന്തോന്ന് ഉറങ്ങി കിടക്കുന്ന ഒറ്റടി കൊണ്ടപ്പോ നീ ഉറങ്ങിപ്പോയാ? അതെ, ഞാൻ ഉറങ്ങി. ജീവിതത്തിൽ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, നിന്നെ എപ്പോഴും ഇങ്ങനെ പറ്റിക്കുന്നുണ്ട്. എന്റെ ബോധമല്ല, എന്റെ ജീവിതം തന്നെ പോയി. ഇനി ആരും നിങ്ങൾ ഇങ്ങനെ പറ്റിക്കരുത്. ഇമ്മാതിരി അടിയേറും തലയിൽ. അത് സീനല്ലേ, സത്യമല്ലേ. ഇതുപോലെ തമാശക്ക് എങ്ങനെ അടിച്ച് അവനെല്ലാം തീർന്നാ തീരുവന്ന് ചെയ്തത്. അഫ്സൽ ബ്രോ, വെൽക്കം ടു ശ്രീ അഫ്സൽ ബ്രോ. വന്ന് അഫ്സൽ ബ്രോ സരക്കണം പറഞ്ഞു. ഇന്നലെ ഒരു ദിവസം ഫുള്ള് ലൈവ് ഇടാൻ പറ്റാത്തതാണ് അണ്ണൻ പറഞ്ഞപ്പോ. അണ്ണൻ നമ്മളെല്ലാവരും കറങ്ങാൻ പോയതാണ്. അപ്പൊ അണ്ണൻ പറയും, അഫ്സൽ ബ്രോ കാര്യം ഒന്ന് പറയും. അപ്പോൾ നമ്മള് 18 മണിക്കൂറത്തെ ഒരു ലൈവ് വരുന്നുണ്ട് അഫ്സൽ ബ്രോ. ഓൺലി ചലഞ്ച് തീർക്കാൻ വേണ്ടി മാത്രം ഒറ്റ സ്ട്രെച്ചിന് 18 മണിക്കൂർ ഇരിക്കാൻ തീരുമാനിച്ചു. 4 മണിക്കൂർ വെച്ച് ഓരോരുത്തരായിട്ട് മാറി ലൈവൊക്കെ ഇട്ടിട്ട് ഒരു 18 മണിക്കൂർ ഇമ്മാതിരി നീളത്തിലൊരു ലൈവ്. ഭവിഷ്യത് ലുക്കായിട്ടുണ്ടല്ലോ ബ്രോ. അത് സാധനം കൊള്ളാം. അത്രയുള്ള മറ്റുള്ള അവസാനോ നടക്കുന്നത്. ഇത് ബാബുസേട്ടല്ല, കിങ് പിൻ ബ്രോ. കിങ് പിൻ ബ്രോ, അതെ ഞാനാണിത്. കിങ് പിൻ ബ്രോ അങ്ങനെ പറയല്ലേ. സത്യം പറയല്ലേ, എനിക്ക് ഇന്ന് ഹെഡ്സെറ്റ് വെക്കാതെ ലൈവ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഗൈസ്. ഞാൻ ഹെഡ്സെറ്റ് വെക്കാതെ റിയാക്ട് ചെയ്യട്ടെ, ഇത് കേൾക്കാതെ. അത് നൈസായിരിക്കോ? ഹെഡ്സെറ്റ് വെക്കാതെ റിയാക്ട് ചെയ്ത് നോക്കിയാലോ? അത് സെറ്റോ. ഞാൻ 5 days സിക്ക് ലീവ് ആണ് ബ്രോ. അത് ഇന്ന് നൈറ്റ് അല്ലേ നാളെ തൊട്ട് തുടങ്ങും കേട്ടോ. 18 hours ലൈവ്, 18 hours. നമ്മളെ കമ്പനിക്കാരൻ S23 അൾട്രാ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം എന്റെ ഭാഗം വൻ ചെലവുണ്ടാവും. ഉണ്ടാവേ പൊന്നാര കാരണല്ലേ ഒരു S23 അൾട്രാ എടുത്തൂടെ? എന്നാ പിന്നെ ഫോട്ടോ എടുത്താണ്ട് സൂം ചെയ്ത് വായിച്ചാ പോരെ? എന്താണ് സൂം ചെയ്തോളാ. KL 10 BB 6519. S23 അൾട്രാ. ഇതിലും വലിയ എതിരായിട്ടുള്ള പ്രമോഷൻ വരാനില്ല കേട്ടോ. തിമിരം നിറഞ്ഞ കാഴ്ചകൾ ഇനിയില്ല. കാണാം വ്യക്തമായി. അൽ റേഹാൻ കണ്ണാശുപത്രി, മുക്കം റോഡ്, അരീക്കോട്, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി. ഇവിടെ S23 അൾട്രാ വെച്ചിട്ടാണ്ടാ. S23 അൾട്രയെ കണ്ണാശുപത്രി മുതലെടുത്ത്. ശേഖരൻ 64 അൾട്രാ സർജറി കഴിഞ്ഞാൽ. മറ്റേത് നോർമൽ ശേഖരൻ 64 അൾട്രാ പ്രോ മാക്സ്. ഇതിലും മികച്ച പരസ്യം സ്വപ്നങ്ങളിൽ മാത്രം. ഒന്നും പറയാനില്ല. ഇനി സ്വപ്നം കാണണം. ഇതിലും മികച്ച പരസ്യം കാണണമെങ്കിൽ നീ ഒരു നിന്നട മരഭൂതമേ. அப்போ வந்தான் தலைவர் அவன். എങ്ങനെ പറ്റണ്ട. அப்போ வந்தான் தலைவர் அவன். സ്റ്റെപ്പ് ഒന്നും പറയല്ല. പെരേര
സുന്ദരേ പൊക്കി പറയലേടെ കൊറേ ആയി ഞാനത് കേൾക്കുന്നു. വയ്യ ഇനി കേക്കാൻ വയ്യ. അത് കണ്ണു വെച്ചു നാളെ പനിയടിച്ച് കിടപ്പ് തന്നെ. സാറേ അവളോണി സ്ഥലത്തും പോകട്ടെ, പക്ഷെ കൊച്ചിനിരിക്കണം സാറേ. സാറേ കൊച്ചിനോട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അതെങ്ങനെ ശരിയാണ്? ഇങ്ങോട്ട് ഞാൻ ആരുടെ സല്ലി അടപ്പം നിൽക്കട്ടെ. സല്ലല്ല കൊച്ചി. സാറേ അത് നടക്കില്ല. ഹിന്ദു നീ വേണി കൊച്ചിന്റെ ഒപ്പം പൊക്കോ, പക്ഷെ സനൽ എനിക്കുള്ളതാണ് കൊച്ചി. നീ പറഞ്ഞേ ശരിയാണേ. ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? 300 പറ്റും. സാറിന് പോയി കൈനിട്ട് മുന്നിൽ കിട്ടിയോളാം. സോറി, കൊച്ചിനെ വിട്ടുകൊടുക്കണം. കൊച്ചിയാണല്ലോ സാറേ. മൈനൻ അല്ലേ പറ്റിക്കാനെങ്കിലും ആർക്കും പറഞ്ഞു കേട്ടോ. നല്ല കണ്ടന്റ് ഒക്കെയാണ് വരുന്നത്. ഇതിൽ വലിയ കണ്ടന്റ് കുറച്ച് കുറവുള്ളത് പോലെ തോന്നി. സാധാരണ പുള്ളി നല്ല കിടിലം കണ്ടന്റ് ചെയ്യുന്നത്. എങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, മീൻസ് വേറെ എന്തെങ്കിലും ഒരു കിടിലം സാധനം ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മളെ അനിയമിതിന്റെ കണ്ടന്റ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. എന്റെ അമ്മോ വിഷയ സാധനമാണത്. ഞങ്ങൾക്ക് മാപ്പ് തരാൻ കല്യാണം കഴിപ്പിച്ചാരാം. അത് നടന്നു. ബ്ലോ ജോബ് അല്ല, ഗുഡ് ജോബ്. വേത്തലവായൻ സെൽഫി ബ്രോ വെൽക്കം ടു സ്ട്രീം. എന്റെ അമ്മോ എടുത്ത് വെച്ചേക്ക് എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരും. ഇതുപോലെ വാസോണൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കാം. മലയാളി ബ്ലോ ജോബ്, ഗുഡ് ജോബ്. ഇത് ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ നമുക്ക് യൂസ് ആവും. മനസ്സിലായോ? നമുക്ക് എപ്പോഴെങ്കിലൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് എത്രയൊക്കെ പറഞ്ഞാലും. പേത്തലവായ അതാണ് ഹൈലൈറ്റ്. പേത്തലവായ പണ്ട് കേട്ടിട്ടുള്ളതാണ്. ഇത് പോലീസിന്റെ പേഷ്യൻസ്. ഇവന് പ്രാന്ത്, ഇവനെന്താ അസാധ്യ പ്രാന്ത് പേഷ്യൻസിനവനാ. ഇതൊക്കെ ഇത് നമുക്ക് മുന്നേ വിശ്വസിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലല്ലോ. ഇതൊന്നും പേഷ്യൻസ് ആണെന്നല്ല, ഇങ്ങനെയൊന്നല്ല. ബ്ലൂ ഡൂയിങ് ഫോർച്യൂൺ ടെല്ലിംഗ് ഓഫ് സരക്ക്. Are you single? Do you have a girlfriend? No, I don't have. Sometimes they will come and go. Oh, sometimes they're not girls. I'm telling you, that is a boy demon acting like a girl and coming towards you. Okay? എപ്പോഴാ തോന്നിയാ മിണ്ടി ആടാണെന്ന് കളി. Stay away from girls. Tell me, how is your മിന്തിയുടെ അടുത്ത് കലിപ്പഴെന്നറിയോ? രായന്റെ അടുത്ത് ഈയിടയ്ക്ക് മിന്തി എന്ന് പറഞ്ഞ് സരക്കണ്ണ വന്നിട്ടുണ്ടെന്ന് മിന്തിയുടെ അടുത്ത് രായ പറഞ്ഞ് സരക്കണ്ണന്റെ അണ്ടിന്ന് മിന്തി പറഞ്ഞ് അതിനുശേഷം മിന്തിയായിട്ട് കമ്പനി ഇല്ല. അത് പക്ഷെ ക്ലിപ്പായിട്ട് ഞാനൊന്നും കണ്ടില്ല. എന്റെ അടുത്ത് ആരോ പറയണേ ചെയ്തെന്ന്. എന്റെ അമ്മോ എടാ തീർന്നു, ഞാൻ തീരും. You're financially stable? Okay. How much ever money you have, you will lose it and you will become very weak financially. പബ്ജി കളിക്കാൻ പോയപ്പോ പറഞ്ഞാണോ? എന്റെ അടുത്ത് ആരോ പറഞ്ഞതാ. Because of a demon
On top of you. That's right. That's right. That's No. right. On top of you, like straight. You have to cleanse it. Say it with me. Grey, my Om breathe ice cream. Please take the boy demon away from him. Please take the boy demon away from him. He is not interested in boys. അങ്ങനെ എന്റെ അമ്മോ ബ്ലൂ BTS മോഡി TV മെമ്പർ ഗോയിങ് ക്രേസി. What is this K-pop? ഇത് ആരാ ഇത് മറ്റേ ടൈറ്റിൽ ഉൾപ്പെടെ കട്ട് ചെയ്ത് കൊണ്ടിട്ടിരിക്കുന്നതാണോ ഇത് ബ്ലൂവിന്റെ മാത്രം? ഇത് കണ്ടതാന്ന് തോന്നുന്നു ഇവന്റെ ഈ വണ്ടി പോകുന്ന സീന്. എടാ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടൊരു മമ്മൂക്കട വേറെ വരച്ചിട്ടുണ്ടോ ആ സിനിമ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഇറങ്ങിയ സിനിമയുടെ ഇതില്? ഇതൊക്കെയാണ് ബ്രോ കഴിവ്. എന്റെ അമ്മോ, ഈ റിംഗ് ലൈറ്റിനൊക്കെ ഒരു വശപ്പശ കൊണ്ടല്ലോ ഇതിലെ റിംഗ് ലൈറ്റിനൊക്കെ ഒരു വശപ്പശക്കില്ലേ ഗൈസ്? സിമ്പിളാണ് ഇതാണ് വലിയ പാടുള്ള ഗെയിം അല്ല. നമ്മൾ ടെമ്പിൾ റൺ കളിച്ചിട്ട് ഓടില്ല, അതുപോലെ ഇങ്ങനെ നമ്മള് സീനായിട്ട് ഓടിപ്പോവാ. നമ്മള് സീനാണ്, നമ്മൾ രണ്ട് നിമിഷ നേരം കൊണ്ട് നമ്മൾ ടോപ്പിലെത്തി. Failed and trying for the 10th time. ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ ബ്രോ, പിന്നീട് അതങ്ങോട്ട് ശീലമായിക്കോളും. വലിയ ഇത് ശരിക്കും പറഞ്ഞ വിഷമവും ഡിപ്രഷൻ. അതായത് ഇനി ബ്രോ ലൈഫിൽ 10 പെമ്പിള്ളാര് മാറി മാറി തേച്ചാൽ ഒരു വിഷമം വരത്തില്ല. നമ്മളെ വികാരമൊക്കെ നശിച്ചു പോവുകയാണ് ഈ ഗെയിം കളിക്കുന്നതോടെ. ഒരു വികാരം ഇല്ലാത്ത മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ ഗെയിം ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ? കുഴപ്പമില്ല, കളിച്ച് തീർത്താൽ മതി. കളിച്ച് തീർക്കുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പൈപ്പ് എങ്ങനെയും ഒന്ന് പാസ് ആവണമാണ്. ചെറിയൊരു പറയുള്ളൂ. After 50 tries. നീ ഏടാ മയിലേ നീ ആ കമ്പിയെ പിടിച്ചാ തൊണ്ടക്കൊണ്ട് കേറിന്നെങ്കിൽ നിന്നെ കൊണ്ണായിരുന്നു. മയില് നീ എപ്പോ വരും? നീ കളി അവനെ പറയാതെ. നീയാണ് അവനാണ് നീ. രണ്ടല്ല, ഒന്നാണ്. കുഴപ്പമില്ല ബ്രോ, ഇത് ഞാനും ഇങ്ങനെ ആയിരുന്നു. ഞാൻ എന്നെ തന്നെ കുറെ തെറിയൊക്കെ വിളിച്ചു. പിന്നെ കളിച്ചു തുടങ്ങുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. भारत मोटरवर्क्स, इसमें कुछ फंक्शंस है. ये दबाओगे तो गाड़ी आगे जाएगी, ये दबाओगे तो गाड़ी पीछे जाएगी, ये दबाओगे ना गाड़ी जगह पे घूमती रहेगी. और ये अपना डीजे सिस्टम है, ठीक है. अगर आपका दोस्त ज्यादा बड़बड़ कर रहा है, आपको उसको गाली देना है, तो आपको ये प्रेस करना है. तो जैसे गाली निकलेगी, बैंचो गाली के लिए अपने पास और 2 ऑप्शन है. एक ही है पी फॉर पुसी, और R&D का तो आपको पता ही है. ऑल्सो वर्जन गाड़ी है, महेंद्र सिंह धोनी वर्जन गाड़ी है. सिर्फ 100 बनी है अपने इंडिया में. और यहाँ पे थोड़ा ना सेक्स पोजीशन के बारे में इन्फो दिया है. आप ऊपर से कर सकते हो, सामने से कर सकते हो, नीचे से कर सकते हो. और जैसे ही आपका हो गया ना सब कुछ करके, आपको अपने पार्टनर के लिए यहाँ पे एक फीचर है, ऑटो दबाओगे ऑटो आ जाएगी, वो उनको लेके चले जाएगी. ये वाला फीचर क्या है, आपका गाड़ी ऐसे वर्ल्ड कर रहा है ना, तो आपको ऑफ दबाना है, तो गाड़ी वर्ल्ड करना बंद हो जाएगा. और ये फीचर क्या है पता है, आपकी गाड़ी में ब्लड मेंबर्स बैठेंगे ना, ब्लड गैंग मेंबर्स, तो आपको रेड पे रखना है. आपकी गाड़ी में ब्लू मतलब क्रिप गैंग मेंबर्स बैठेंगे तो आपको ब्लू पे रखना है. सिंपल. ഇതൊക്കെയാണോ അല്ലേ? എന്തൊക്കെ പറഞ്ഞത് അവൻ ആ BMW അപരാധിക്കാൻ വരുന്ന രീതിയിലൊക്കെ അപരാധിച്ചു. നിങ്ങൾ ആരെങ്കിലും തുറന്ന് നമുക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ടാ എന്റെ തുറന്നുണ്ട്. ഞമ്മക്ക് പെരിയോന് ഞാനാണ്ടാ മൂത്തോന് ആയിരത്തിലൊരുവനായി ഞാൻ നികത്തി ചേർത്തിന്ന് കരകളഞ്ഞ ആയിരങ്ങൾ ഞാൻ പരത്തി ദുനിയാവിലാരാണ്ട. എടാ സത്യം
സത്യല്ലേ? സ്റ്റാർട്ടിങ് കേൾക്ക്. हाय दोस्तों, देखो ये गाड़ी है BMW भारत मोटर वर्क्स. इसमें कुछ फंक्शंस है. ये BMW ഭാരത് മോട്ടോർ വർക്ക്സ്. ഞാൻ വിചാരിച്ചതോ സെയിലിനിട്ട പേജിന്റെ പേരാന്ന്. ഭാരത് മോട്ടോർ വർക്ക്സ്. രമാജിക്ക് തൊണ്ട ഭയങ്കര വേദന. ആലോചിച്ചോക്ക്, മലയാള സിനിമയിലെ എക്സ്ട്രീം വില്ലന്മാരെയും നായകന്മാരെയൊക്കെ കൊണ്ടിട്ട് ഫുട്ബോൾ കളിപ്പിക്കുന്നത്. അടിച്ചടിയില് ബോളും പിടിച്ച് ഗോളി അകത്തോട്ട് പോയി. അത് പക്ഷേ കുക്കു, അപ്പൊ ഈ എലി ഒന്ന് പറഞ്ഞു കൊടുത്തേ ദേവു. എലി പറയണത് വാസു അങ്ങനെ ഒരു വ്യക്തിയല്ല, അങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ആന്റി അടുത്ത് പറഞ്ഞതെല്ലാം ഇപ്പൊ കുക്കുവിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. എന്നാലും അല്ല, കുക്കുവിന്റെ മനസ്സിലൊരു എലി ഇതൊരു ഇതുണ്ട്. കുക്കുവിനോട് വളരെ Ellie is a nice girl. I didn't say she's bad. Are you? Why you will mention that? What is your problem with me? She was saying like you are lying to my mother. That is the problem. No, I am not lying to your mother. I have all the proof. You are lying to me. Because you are a kid. Wait, Amma. Now I tell you, Eli Chechi. Now I tell you, if this world goes up and down, you and Vasu Anna never get together. That's my words. I'm not saying I'm gonna take him, but I'm giving you my word. That's my word. Already together, okay? We were already together. Chechi, when he calls your name, I swear I have no offense to you, but he will thupi, he will do. Ashe, Eli, he will do this. അപ്പം നല്ല അടിയാവും അല്ലേ? നല്ല അടിയാവും. പക്ഷേ ഇല്ല, RPയിൽ ഒരിക്കലും വാസു എലി കോംബോ താഴോട്ട് പോകാൻ പോകുന്നില്ല. അതൊരിക്കലും താഴോട്ട് പോകാൻ പോകുന്നില്ല. കാരണം അതിങ്ങനെ ഒരു കംബാക്കിന് വെച്ചിരിക്കുന്ന സാധനം. ഒരു ദിവസം കയറി കത്തത്തേ ഉള്ളൂ. അതെന്തായാലും താഴോട്ട് പോകത്തില്ല. അതിങ്ങനെ ഒരു ഡൗണിൽ ഇങ്ങനെ കൊണ്ട് പോകുന്നതാണ്. നമുക്കത് നമ്മളെ ഓരോ ടൈമിൽ ഓരോ ടൈം ഓഫ് RP അല്ലേ നമ്മളിങ്ങനെ മീൻസ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മളതിന് വളി കോംബോയ്ക്ക് ഇനി ഒരു കംബാക്ക് ഉണ്ട് വളി കോംബോയ്ക്കൊക്കെ. പക്ഷെ അതിങ്ങനെ നമ്മളിങ്ങനെ ഒരു ലോ ഫേസിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നതാണ്. കാരണം എല്ലാ ടൈമിലും ഒരേ ടൈപ്പ് ഓഫ് കപ്പിൾ RP മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കപ്പിൾ RP കളിക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ലോ ഫേസിൽ കൊണ്ടുപോയിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ അതൊരു രസമായിരിക്കും. വരുമ്പോ ഒരു രസമായിരിക്കും. ഇത് കണ്ടല്ലോടാ, ഇതാരടാ ഇത് വീണ്ടും കൊണ്ടിട്ട് കണ്ടതാ. നിങ്ങക്ക് ക്ലോസ് റേഞ്ച് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുക്ക് ബോക്സർ ആണോന്ന്? കുക്ക് യു നോ ബോക്സിംഗ്? I'm national medalist in boxing. Okay. Gold. My matches in Kochi indoor. No issues. Okay, I play alone. No issues. No. Take your time and come back up. It's okay. That's fine. Okay. That's fine. ആള് തഴഞ്ഞേട്ടാ. ആൾക്ക് കാര്യം മനസ്സിലായിട്ടാ. നൈസായിട്ട് നാളെ തൊട്ട് ലൈവ് ചെയ്യാൻ വന്നിട്ടുണ്ട്. വെൽക്കം ടു ദ ലൈവ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കണത്. And I'm very pavam, but just sometimes toxic. It's okay. ക്യൂട്ടി പൈ ഫുൾ ടൈം ഉണ്ടല്ലേ ഐഗിൾ ബ്രോയുടെ കൂടെ. അത് വേണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യൂട്ടിഫൈ വേണം. ക്യൂട്ടിഫൈ കുക്കുവിൻ്റെ ഇടയിൽ വേറെ ആരോ കൂടെ കളിക്കണം അല്ലെങ്കിൽ ക്യൂട്ടിഫൈ അതിൽ വേണം. എന്നാലേ ഒരു ത്രില്ലുള്ളൂ. ഇന്ന് RP ഉണ്ടോ? കയറാൻ പോവാ ബ്രോ, RP കയറാൻ പോവാ. കുറച്ച് ഡിസ്കൗണ്ട് റോൾസ് നോക്കിയിട്ട് RP കയറാന്ന് വിചാരിച്ചു. RPയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കണം. ഇതുകൊണ്ട് കോഴിക്കോടിന് വാതിലും വെക്കാം. ലാപ്ടോപ്പിന്റെ സ്ക്രീന്
ഇതൊക്കെ കേരളത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഗൈസ്. ഇതൊക്കെ കേരളത്തിൽ മാത്രമേ ഇത്രയും തലച്ചോറ് ഉപയോഗിക്കണമെങ്കിൽ അത് കേരളത്തിൽ മാത്രമായിരിക്കും കേട്ടോ. എക്സ്ട്രീം ലെവൽ യൂസേജ് ഓഫ് എ ബ്രെയിൻ. പുറത്തൊക്കെ എന്ത് ചൂടാണ്. കണ്ടാണോ ഇത് ആരടാ ഇരിക്കുന്ന ബലിക്കൊക്കെ മനുഷ്യനായിട്ട് എടാ ഇവരെ റീല് ഞാൻ കുറെ തവണ കണ്ടോണ്ട്, പക്ഷെ കണ്ടാണെങ്കിലും ഞാനല്ലാതെ ഇരിക്കുമ്പോ ഞാൻ വീണ്ടും കാണും കേട്ടോ. ഞാൻ കണ്ടത് വീണ്ടും കാണാറുണ്ട്. ഇവനൊക്കെ ആരടാ ശമ്പളം കിട്ടിയ പൈസക്ക് ആദ്യം ലോട്ടറി നടക്കാം. ഇവൻ വല്ല പവർ റേഞ്ചർ SPD പവർ റേഞ്ചർ SPD ആണോ? ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. അത് കൊള്ളാം, ആ ബസ് സ്റ്റാൻഡിൽ തിരിഞ്ഞിരിക്കും. എടാ ഇതിലൊരു എക്സ്പ്ലനേഷൻ സീൻ ഉണ്ട്. ഇവൻ ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്നൊരു എക്സ്പ്ലനേഷൻ സീൻ ഉണ്ട്. അതാണ് സീൻ. സ്കെച്ചിങ് ആണ്. ഞാൻ ATM കയറുന്ന കണ്ട് അങ്ങനെ എന്റെ പൈസ തൂക്കാനുള്ള പരിപാടിയാ. എന്തായാലും ബുദ്ധിയുള്ളവനാ. കമ്പിന്റെ പിറകെ ഒന്ന് ഒളിച്ചിരിക്കുന്നു. ഇനി അതിരുന്ന് ഉറങ്ങുന്നതാണ് എന്തോ. എന്തായാലും കൊള്ളാം. ഇവനെയൊക്കെ കൈ കിട്ടണ പിടിച്ചിട്ട് പൊട്ടിക്കണം. ആ താരി നിക്കുന്ന പേടിക്കണ്ടോ മോനെ? കണ്ണാടി നോക്കട്ടെ. അല്ലേട്ടാ പിന്നെ എന്റെ പിറകിടക്ക് എന്താ? ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്ന വാഗ്ദാനം നിങ്ങൾ പറ്റിച്ചോ? എവിടെ പോയാലും മക്കളുണ്ടല്ലോ. അതായത് ഇത്രയുള്ള തൂണിന്റെ പിറകെ പോയിരുന്ന ഞാൻ കാണില്ലേ? എല്ലാരും ബസ് കയറാൻ വേണ്ടി നേരെ നിന്നപ്പോ നീ തിരിഞ്ഞിരിക്കുന്നു. അപ്പഴേ ഞാൻ ശ്രദ്ധിക്കില്ലടാ കുട്ടാ. എന്താടാ മോനെ, വിവരമൊന്നും ഇല്ലേ? ബുദ്ധി ഇല്ലേ? സ്കൂളിൽ പോയിട്ടില്ലേ? പൊട്ടനാണോ? സ്കെച്ച് ചെയ്യേണ്ട രീതി ഒന്നും മാറിപ്പോയി. അല്ലെ ഞാൻ സൂപ്പറായിട്ട് മോട്ടിച്ചെടുത്തേനെ. നീ വെറുതെ മുണ്ടില്ലാതെ റോഡിൽ നിന്നാലും ഞാൻ ശ്രദ്ധിക്കൂലായിരുന്നു. നീ മുഖത്ത് ഇത്രയും മാറ്റം വരുത്തിയെന്ന് ആരെയും ശ്രദ്ധിക്കൂലടാ. പവർ റേഞ്ചർ വേണമേ ബ്രോ. കോസ്റ്റ്യൂമിലൊരു ചെറിയ മിസ്റ്റേക്ക്. 50 രൂപ വെച്ചേക്ക്. കണ്ണാടി വന്നിട്ട് കേട്ടോ. ഏത് കയ്യിരിക്കുന്ന മാസ് സീനായിരുന്നു. പോയി അത്. നിന്നെ ഇപ്പൊ തിരിച്ചടിയിപ്പോ തരും. 50 രൂപയും കിട്ടും. 20 രൂപ വെച്ചോ. ഇപ്പൊ ഞാൻ മാസായ പക്ഷെ അതിലാ സീനാണ്. കമ്പിയുടെ ബാക്കി പോയിട്ട് ഒത്തിരി വലിയ ആള്. ഇത് നേരത്തെ ഇറങ്ങിയതാ. ഇത് പണ്ട് ഇറങ്ങിയതാടാ. പണ്ട് ഇറങ്ങിയിട്ടുള്ളല്ലേ? ഈ ഡാൻസ് ഒക്കെ ഇച്ചിരി വിഷയമാണ്. വിഷയമാണ്. പുഷ്പരാജ് പിങ് ഇൻ റിയൽ ലൈഫ് ടൈം. സത്യല്ലേ? റിയൽ ലൈഫില് പിങ് വന്ന എങ്ങനെ ഇരിക്കല്ലേ? സത്യം. പക്ഷെ പണ്ടത്തെ പബ്ജിയിലെ പിങ്ങാണ് പിങ് വിടുമ്പോ ഇതേ അവസ്ഥയാണ്. അയ്യോ പഴയ പബ്ജിയിലെ പിങ്ങൊക്കെ പിങ്ങായിരുന്നു. മിസ് ചെയ്യുന്നു. പിങ്ങൊക്കെ മിസ് ചെയ്യുന്നു. You can't do that. You can't make that in cardboard. That is waste of time. I said give up. Give up. No. കാർഡ്ബോർഡ് ഉണ്ടാക്കിയാടാ. So that's kidu bro. Kidu. Nice, cool bro. Cool. While Babu and Sarak എജ്ജാതി മാസ്. ഇനി ഇരിപ്പിലങ്ങ് ചുക്കാമണി അപ്രത്യക്ഷമാവണം. എങ്കിലും ആനന്ദം പരമാനന്ദം. കുറച്ചും കൂടെ ഹൈപ്പ് കയറ്റി വെക്കാം. ഈ മസന കൂടി വഴി അത് വേണ്ട ഏറി കയറുമുണ്ടായിരിക്കും. ഇനി കുറച്ച് മാസം. ഈ വണ്ടിക്കകത്ത് എന്തൊരു ചൂടാ. ഇതിനകത്ത് കയറി കിട്ടി. സാരമില്ല, ഡിഫെൻഡ് ചെയ്തേക്കാം. നിക്കറോരാ സൗകര്യമില്ല. അതെന്ത് മുള്ളി വെച്ചിരിക്കുന്ന? അതിന് മുള്ള സാധനം വേണ്ടേ? എനിക്ക് വയ്യാത്തയാണ്. എന്നാ അടിക്കി കയറി കുഞ്ഞിരി. 2 മാസം കൂടെ ഞാൻ ഉള്ളൂ. അത്രയ്ക്കൊന്നും പോരാ. നാളെ തീരും. സത്യല്ലേ ഒന്ന് നന്നായിട്ട് കേറി വരുന്നത്. ഡെഞ്ചാറികൾ സിൽവർ വണ്ണോ? ഇത് വേറെ ഏതാ അക്കൗണ്ടാ?
കണ്ട #, ഒരു ഡിഫറെന്റ് ഇത് വേറെ അക്കൗണ്ടാ. ഈഗിൾ ബ്രോ അല്ല, ഇത് ഈഗിൾ ബ്രോ അല്ല, ഈഗിൾ ബ്രോയുടെ അക്കൗണ്ട് അല്ല. പിന്നെ സിൽവർ റാങ്കോ, അയ്യോ റാങ്ക് പ്ലേസ്മെന്റ് അവിടെ വരത്തേ ഇല്ല. അതൊക്കെ നമ്മൾ നേരത്തെ വരച്ച പടം, അതും കൊള്ളാം ഇതും കൊള്ളാം. മല്ലു ഡ്രോയർ ആണോ ഗൈസ്? മല്ലു ഡ്രോയർ ഇൻസ്റ്റാഗ്രാം പേജ് നോക്ക് ഗൈസ്, വരകൾ നിങ്ങൾക്ക് കാണാം. കണ്ട ഇതൊരു പ്രൊഫൈൽ പിക്ചർ നോക്കട്ടെ. ഈഗിൾ ബ്രോ ആണോ? എടാ സിറ്റി കയറിയാലോ ഇനി കുറച്ചു നേരം, ബാക്കി നാളെ കാണാം. എനിക്ക് വയ്യ, കുറച്ചൊരു നാളെ കണ്ടാലോ? കുറെ നേരമായില്ലേ, നമ്മള് 45 മിനിറ്റോളമായി വന്നിട്ട്. ഇനി കുറച്ചു നേരം ഡിസ്കോഡിൽ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ സിറ്റിയിൽ കയറാം. സിറ്റി